ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മക്കൾമാരുടെ വളരെ സന്തോഷകരമായ ഒരു നിമിഷം. ഈ നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവര് ബ്ലസ് അക്കാഡമി കോട്ടയം തിരുവല്ല ഇവിടെ പഠിച്ച് ഷാർജയിലേക്ക് കയറി വന്ന് ഇവിടെ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കിട്ടി. അതിന്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ്. കാരണം അത് തന്നെ ഇവരുടെ മാതാപിതാക്കൾ, ഇവരുടെ പേരൻസിനെ ഞാനൊരു ബിഗ് സല്യൂട്ട്. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ബ്ലസ് അക്കാഡമി കോട്ടയം, ഇവര് ചേർത്തലയിലുള്ളവർ, ഇവര് കണ്ണൂരിലുള്ളവരുണ്ട്, കാസർഗോഡുള്ളവരുണ്ട്, പല സ്ഥലങ്ങളിൽ വന്നേക്കുന്നത്. അപ്പൊ ഇവരുടെ മാതാപിതാക്കൾ ഞങ്ങളെ ബ്ലസ് അക്കാഡമിയെ വിശ്വസിച്ച് പഠിപ്പിക്കാനും അതുപോലെ തന്നെ ഷാർജയിലേക്ക് സർവ്വസ്വാതന്ത്ര്യമായിട്ട് ഞങ്ങളെ എത്തിച്ചു തന്നേക്കാം. കാരണം വിശ്വാസമാണ്. അതാണ് വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം ഇവരുടെ പേരൻസിലേക്ക് എത്തപ്പെട്ടതിന്റെ ഒരു വലിയൊരു സന്തോഷകരമായ ഒരു അവസരമാണ്. അത് പൂർത്തിയായ ഒരു ദിവസം. 4 മക്കളുമാരാണ്. ഇവരെ 4 കുടുംബങ്ങളാണ്. 4 കുടുംബത്തിലെ ഇനി അത്താണിയാകേണ്ടവരാണ്. എത്രയും പെട്ടെന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പഠിച്ചു പാസ്സായി ഇവിടെ വന്ന് ജോലി, അത് ജീവിതത്തിലെ ഒരു സ്വപ്ന തുല്യമായ ഒരു കാര്യമാണ്. ഓർക്കണം, 100 കണക്കിന് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക്. ഇതെല്ലാം വളരെ പ്രയത്നം, ഇവരുടെ മാതാപിതാക്കളുടെ പ്രയത്നം, അതുപോലെ തന്നെ ഇവരുടെ നിരന്തരമായ പ്രയത്നം, അത് പ്രാർത്ഥന, ഇതെല്ലാം ഇന്ന് ഇവര് പൂവണിയിരിക്കുകയാണ്. ഇവര് വന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി കിട്ടിയിരിക്കാം. നമുക്ക് ഇവരെ പരിചയപ്പെടാം. മോളുടെ പേര് പറയും. എവിടെ നിന്ന് വരുന്ന ആതിര? കണ്ണൂർ. ഞാൻ കണ്ണൂരിൽ. എന്റെ പേര് ദിവ്യ. ഞാൻ കണ്ണൂരിൽ. എന്റെ പേര് സഹന. ഞാൻ കാലിക്കറ്റ്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്റെ പേര് ആതിര. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബ്ലസ് അക്കാദമി തിരുവല്ലയിലാണ് ആദ്യമായിട്ട് പഠിച്ചത്. അവിടെ 1 മാസത്തെ കോഴ്സിന് ശേഷം പിന്നെ ഞാൻ കോട്ടയത്ത് ക്രാഷ് കോഴ്സും കൂടി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് മോയിച്ച് പാസ്സാവാൻ സാധിച്ചു. അതിനുശേഷം അധികം വൈകാതെ തന്നെ ഞാൻ ഷാർജയിലേക്ക് വരികയും ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ എനിക്ക് സെലക്ട് ആവുകയും ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്ലസ് അക്കാദമി, താങ്ക് യു അലക്സ് സർ, താങ്ക് യു ബസി മാം, അൻഗീത മാം, താങ്ക് യു. ഹായ്, എൻ്റെ പേര് മെർലിൻ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ബ്ലസ് അക്കാദമിയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ കോട്ടയത്താണ് ഞാൻ പഠിച്ചത്. ഓൺലൈൻ കോഴ്സായിരുന്നു. പിന്നെ ഒരു 15 ദിവസം ക്രാഷ് കോഴ്സും അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് MOH എക്സാം പാസ്സാവാനും ഇവിടെ വന്ന പെട്ടെന്ന് തന്നെ എനിക്ക് ജോബ് കിട്ടാനും പറ്റിയായിരുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ബ്ലസ്. ഹായ്, എന്റെ പേര് ദിവ്യ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ബ്ലസ് അക്കാദമിനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ്. ഡയറക്റ്റ് അലക്സാറെ കോൺടാക്ട് ചെയ്യുകയും സാർ എല്ലാ ഇൻഫർമേഷൻസ് തരികയും ചെയ്തു. ഞാനൊരു ഫ്രഷർ നേഴ്സാണ്. ഞാൻ പഠിച്ചത് തിരുവല്ലയിലായിരുന്നു. 1 മന്ത് ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിനുശേഷം 10 ഡേയ്സ് ക്രാഷ് കോഴ്സും. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അതിനുശേഷം വേഗം തന്നെ ഷാർജയിലേക്ക് വരാനും ഇവിടെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ കിട്ടുകയും ചെയ്തു. ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ പാസ്സാവാനും ഒരിക്കലും വിചാരിക്കാത്തതിനേക്കാളും നല്ലൊരു സാലറിയിൽ തന്നെയാണ് ജോലി കിട്ടിയത്. അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അലക്സാറിനും ബസിനും ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും എന്റെ എല്ലാ നന്ദിയും പറയുന്നു. താങ്ക് യു ബ്ലസ്. ഹായ്, ഞാൻ സഹന. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഞാൻ പഠിച്ചതെല്ലാം കോട്ടയം ബ്ലസ് അക്കാദമിയിലായിരുന്നു. 1 മന്ത് കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത്. 1 മന്ത് ക്ലാസ്സിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കാൻ പറ്റി, എക്സാം ക്ലിയർ ചെയ്യാനും പറ്റി. വിത്തിൻ 1 മന്ത് തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി എനിക്ക് ഷാർജയിലേക്ക് വരാൻ പറ്റി. വിത്തിൻ 3 വീക്സ് തന്നെ എന്റെ ഇന്റർവ്യൂ ക്ലിയർ ആവുകയും എനിക്ക് ജോബിന് കയറാൻ പറ്റുകയും ചെയ്തു. താങ്ക് യു ബ്ലസ് അക്കാദമി, താങ്ക് യു അലക്സ് സർ, താങ്ക് യു ബ്ലസ്സി മാം ഫോർ യുവർ സപ്പോർട്ട്. അപ്പൊ നിങ്ങൾ ഇവരുടെ ഈ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് റിവ്യൂസ് നിങ്ങൾ കേട്ടു. അത് ആരെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാതെ നാട്ടിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ട്, അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടി ചില നേഴ്സുമാർ ഇപ്പോഴും കർണാടകത്തിൽ അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലിക്ക് വേണ്ടി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള MOH DH എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു അനുഭവം അവർക്കുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ ഈ പുതിയ നിയമം അറിയാതെ ആരെങ്കിലും പോയിട്ട് ഇതുപോലെ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, വീണ്ടും ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാനൊരു ഓപ്പർച്യൂണിറ്റി UAE ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സാം MOH DH നമുക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പാസ്സാകാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ നഴ്സിംഗ് ഒരു സംഘടനയിലെ ഒരു ഗ്രൂപ്പിൽ നമ്മളെ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചെറിയൊരു ബാഡ് കമന്റ് വന്നു. നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിച്ച അടിസ്ഥാനത്തിൽ നമുക്കെതിരെ ഒരു കമന്റ് പോലും, ബാഡ് കമന്റ് പോലും അതിന് താഴെ വന്നില്ല. കാരണം ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ്. 15 വർഷമായിട്ട് നമ്മൾ UAE നിന്നുകൊണ്ട് ഏറ്റവും വിശ്വാസയോഗ്യതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുമ്പോൾ ആ വിശ്വാസത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഇത് ഒന്നും വിലപ്പോവില്ല എന്നുള്ള ഒരു തെളിവാണ് ഈ നിൽക്കുന്ന മക്കളുമാരും അതുപോലെ 100 കണക്കിന് പിള്ളേർ ജോയിൻ ചെയ്യും. കാരണം ബ്ലസ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയുടെ വിശ്വാസം അത് ഞങ്ങളിലല്ല, അത് മാതാപിതാക്കളുണ്ട്.
ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മുടെ ഇവരുടെ ഈ മാതാപിതാക്കളുടെ നെഞ്ചിൽ വളർന്ന മക്കളുമാരെ ഞങ്ങളെ ഏൽപ്പിച്ചു വിട്ടേക്കുന്നത്. അപ്പൊ അത് 100% ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത്. ഇവരുടെ മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇതുപോലെ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലസ് അക്കാഡമി കോട്ടയമുണ്ട്, തിരുവല്ലയുണ്ട്. അതുപോലെ തന്നെ ചേർത്തലയിൽ നെക്സ്റ്റ് മന്ത് ജനുവരിയിലെ ഇനോഗ്രേഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഇതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. Bless Academy for your support.